السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സിലെ 212-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 8 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. പ്രസ്തുത അധ്യായത്തിലെ 9-10 ആയത്തുകളാണ് ഇന്ന് നമ്മൾ അർത്ഥം പറയുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത്. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട അനവധി കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരധ്യായമാണ് സൂറത്തു തഹ്രീം. പല ഹുക്കുമുകളും അതുപോലെ തന്നെ പെരുമാറ്റ മര്യാദകളുമെല്ലാം അടങ്ങുന്നതോടൊപ്പം തന്നെ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കുമൊക്കെ മാതൃകയാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിലെ പ്രസ്തുത അധ്യായത്തിലെ 9-10 ആയത്തുകളാണ് ഇന്ന് വിശദീകരിക്കുന്നത്. അതിലെ 9-ാമത്തെ ആയത്ത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي جاهد الكفار والمنافقين واغلظ عليهم ومأواهم جهنم وبئس المصير. ഇതാണ് ഇതിലെ 9-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്ന വിഷയം സത്യനിഷേധികൾ അഥവാ കുഫാറുകൾ, അതുപോലെ തന്നെ കപട വിശ്വാസികൾ അഥവാ മുനാഫിക്കുകൾ, ഈ 2 വിഭാഗങ്ങളോടും ഒരുപോലെയല്ല പെരുമാറേണ്ടത്. അവരോട് എങ്ങനെ പെരുമാറണം എന്ന ഒരു നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ അല്ലാഹു പരാമർശിക്കുന്നത്. കാരണം ഇതിന്റെ മുമ്പ് പരലോകത്ത് സത്യനിഷേധികൾക്ക് യാതൊരു ഒഴികഴിവും ഉണ്ടാവുകയില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച ആയത്തിൽ കപടവിശ്വാസികൾക്ക് പരലോകത്തുണ്ടാകുന്ന പ്രകാശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തെയും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 2 വിഭാഗത്തെയും ഈ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു അവരോട് എങ്ങനെയാണ് പ്രവാചകൻ പെരുമാറേണ്ടത് എന്ന് നിർദ്ദേശിക്കുകയാണ്. യാ അയ്യുഹൻ നബിയു, ഈ പ്രവാചകരെ. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകനോടും മുസ്ലിങ്ങളോടും നിലപാടുകൾ സ്വീകരിച്ച സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും പരാമർശിച്ചുകൊണ്ടാണ്. അതുമാത്രമല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം വിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ യാ അയ്യുഹൻ നബി, ഹേ പ്രവാചകരെ, ജാഹിദിൽ കുഫാറ, സത്യനിഷേധികളോട് അങ്ങ് സമരം ചെയ്യുക, വൽ മുനാഫിഖീന, കപടവിശ്വാസികളോട്, വഗ്ലുളു അലൈഹിം, അവരോട് പരുഷമായി നിലക്കൊള്ളുകയും ചെയ്യുക. കാരണം ഈ രണ്ട് വിഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹത്തോടും മുസ്ലിങ്ങളോടും സ്വീകരിച്ച ശക്തമായ നിലപാടും വെറുപ്പും വിദ്വേഷവും അക്രമങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അപ്പുറം അവസാനമായി അവരോട് സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് ഉണർത്തുന്നത്. സ്വാഭാവികമായും കുഫാറുകൾ അഥവാ സത്യനിഷേധികൾ ആരാണ്? മുനാഫിക്കുകൾ അഥവാ കപടവിശ്വാസികൾ ആരാണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ രണ്ടു വിഭാഗത്തെയും വ്യത്യസ്തമായി ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്ന് ഇസ്ലാമിനെ പ്രത്യക്ഷമായി അവർ പിന്തുണക്കുകയും എന്നാൽ പരോക്ഷമായി ഇസ്ലാമിനെ എതിർക്കുകയും അതിനോട് വെറുപ്പ് ഉള്ളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് കപടവിശ്വാസികൾ. മുസ്ലിം ലോകത്ത് എന്നും മുസ്ലിങ്ങൾക്ക് വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് കപടവിശ്വാസികൾ. കാരണം പുറമേക്ക് ഇസ്ലാമിനോട് സ്നേഹവും മുസ്ലിങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ആ പ്രവർത്തനത്തിന് ഒരു ആത്മാർത്ഥതയോ അതല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അകത്ത് ഇസ്ലാമിനോട് വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്തുകയും ചെയ്യുന്ന വിഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടയാളങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. സംസാരിച്ചാൽ കളവ് പറയുക, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക, വിശ്വസിച്ചാൽ ചതിക്കുക എന്നിവ അവരുടെ പ്രധാന അടയാളങ്ങളായി പ്രവാചകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ നബി തിരുമേനിയും സഹാബികളും അത് അനുഭവിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളായി അഭിനയിച്ചുകൊണ്ട് യുദ്ധസംഘത്തിൽ പങ്കെടുക്കുകയും രണാങ്കണത്തിൽ നിന്ന് ഏറ്റുമുട്ടലിൽ പങ്കെടുക്കാൻ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചോടുകയും ചെയ്ത കപടവിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സംരംഭത്തിന് പുറപ്പെടുമ്പോൾ മുസ്ലിങ്ങളായി അഭിനയിച്ചവരുടെ കൂടെ പോവുകയും പിന്നീട് ആ കൂടെയുള്ള ആളുകളെ വഞ്ചിച്ച് പിന്തിരിഞ്ഞോടുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ കപടവിശ്വാസികൾ. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്, അവര് ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, ആ കപടവിശ്വാസികൾ നബിയെ അങ്ങയുടെ അടുത്ത് വന്നുകൊണ്ട് പറയും, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അങ്ങ് അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്നതിന്. വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു, അള്ളാഹുവിനറിയാം താങ്കൾ അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്ന്. പക്ഷേ വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, പക്ഷേ ഈ മുനാഫിക്കുകൾ കപടവിശ്വാസികൾ കളവാണ് അങ്ങയോട് പറയുന്നത് എന്ന് അങ്ങേക്കറിയില്ലെങ്കിലും അള്ളാഹുവിന് അറിയാം. കാരണം അവിടെ മനസ്സിനകത്തുള്ളത് എന്താണ് എന്ന് പ്രവാചകൻ അദൃശ്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ അതറിയില്ല. പ്രവാചകന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ അങ്ങ് അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്ന് വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയുമ്പോഴും യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിനകത്ത് അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല. ആ കാര്യം യാഥാർത്ഥ്യം അള്ളാഹുവിന് അറിയാം എന്ന് അള്ളാഹു സൂറത്തുൽ മുനാഫിഖൂനിലെ 1-ാമത്തെ ആയത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ച് ഖുർആൻ വ്യത്യസ്ത ഭാഗങ്ങളിൽ അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, അവർ നരകത്തിലെ അടിത്തട്ടിലായിരിക്കും എന്നും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവിശ്വാസികൾ അല്ലെങ്കിൽ കുഫാർ, അതിന്റെ ഏകവചനം കാഫിർ എന്നാണ്. കാഫിർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം
മറച്ചു വെക്കുന്നവൻ എന്നതാണ്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ സത്യനിഷേധി, നന്ദികേട് കാണിക്കുന്നവൻ, അവിശ്വസിക്കുന്നവൻ എന്നൊക്കെയാണ് ആ പദം കൊണ്ട് പ്രയോഗം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കപടവിശ്വാസികളിൽ നിന്ന് വ്യത്യസ്തമായി അൽ കുഫാർ അഥവാ സത്യനിഷേധികൾ പ്രത്യക്ഷമായി തന്നെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നിരാകരിക്കുന്നവരാണ്, അവിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ കപടവിശ്വാസികളെ പോലെയല്ല, അവർ പുറമേക്ക് അഭിനയിക്കുന്നവരല്ല, അവർ പ്രത്യക്ഷത്തിൽ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്ന് കൃത്യമായി അവർ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗത്തോടും കുഫാറുകൾ അഥവാ അവിശ്വാസികളോടുള്ള സമരം ന്യായങ്ങളും തെളിവുകളും മുഖേന മാത്രം മതിയാവുകയില്ല. ചില സന്ദർഭങ്ങളിൽ, എപ്പോഴുമല്ല, ചില സന്ദർഭങ്ങളിൽ ആയുധങ്ങളും സംഘട്ടനങ്ങളും ആവശ്യമായിരിക്കും. എന്നാൽ കപടവിശ്വാസികൾ ബാഹ്യമായി മുസ്ലിങ്ങളായി അഭിനയിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ അവരോടുള്ള സമരം ന്യായങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലും അവരിൽ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ടുമായിരിക്കും. അതുകൊണ്ടാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്, യാ അയ്യുഹൻ നബിയു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന, ഈ രണ്ടു കൂട്ടരോടും സമരം നടത്തുക. പക്ഷെ ആ സമരത്തിന്റെ രീതികളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. വഗ്ലുദു അലൈഹിം, അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. വമഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാകുന്നു. വബിഇസ്ൽ മസീർ, ആ നരകം വളരെ ചീത്തയായ മോശമായ ഒരു സങ്കേതമാകുന്നു എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി ഈ അധ്യായം അവസാനിക്കുന്ന 3 ആയത്തുകളിൽ സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കുമൊക്കെയുള്ള ചില ഉപമകൾ ഉദാഹരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ ആ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്? ഇനി പറയുന്നത് മറ്റൊരു വിഷയമാണ്. ആരെയാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ മാതൃകയാക്കേണ്ടത്, ആരെ മാതൃകയാക്കാൻ പാടില്ല എന്ന കൃത്യമായി വ്യവച്ഛേദിച്ചുകൊണ്ടുള്ള ഒരവതരണമാണ് ഖുർആൻ നടത്തുന്നത്. അതിലെ 10ാമത്തെ ആയത്തിൽ അവിശ്വാസികൾക്കുള്ള ഉദാഹരണമായി, അല്ലെങ്കിൽ അവരെ ഉദാഹരിച്ചുകൊണ്ട് അവരെ പോലെ നിങ്ങൾ ആവാൻ പാടില്ല എന്ന് സത്യവിശ്വാസികളോട് പറയുക അല്ലെങ്കിൽ ഉപദേശിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അപ്പൊ ആ ആയത്ത് എന്താണെന്ന് നോക്കാം. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط. ആ ആയത്തിന്റെ ആദ്യ ഭാഗം ഇതാണ്. കുറച്ച് 2 വരിയുള്ള ആയത്താണ്, 3 വരി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആദ്യ ഭാഗം നമുക്ക് വിശദീകരിക്കാം. അതിങ്ങനെയാണ്, ലറബല്ലാഹു മസലൻ, ലറബല്ലാഹു, അല്ലാഹു ഉദാഹരിക്കുകയാണ്, മസലൻ ഒരു ഉദാഹരണം, ഒരു ഉപമ. ആർക്ക് വേണ്ടി? ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക് വേണ്ടി. അപ്പൊ അവിശ്വസിച്ചവരുടെ ഉപമ അള്ളാഹു മനുഷ്യർക്ക്, നമുക്ക് വേണ്ടി ഉദാഹരിക്കുകയാണ്. അതാരാണ്? ഒന്നാമത്തെ ഉപമ ഉദാഹരിക്കുന്നത് ഇമ്രഅത്ത നൂഹിൻ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയാണ് ഒന്നാമതായി ഉദാഹരിക്കുന്നത്. അതേപോലെ തന്നെ വമ്രഅത്ത ലൂത്തിൻ, ലൂത്ത് നബിയുടെ ഇണയെയുമാണ് രണ്ടാമതായി ഉദാഹരിക്കുന്നത്. ഈ 2 ഉദാഹരണങ്ങളും സത്യനിഷേധികൾക്ക് വേണ്ടി അള്ളാഹു ഉദാഹരിക്കുകയാണ്. അവരാരായിരുന്നു? കാനത്ത തഹ്ത അബ്ദൈനി മിൻ ഇബാദിന സ്വാലിഹീൻ. കാനത്ത, അവർ 2 പേരുമായിരുന്നു, ഈ 2 ഭാര്യമാരും ആയിരുന്നു, തഹ്ത അബ്ദൈനി മിൻ ഇബാദിന, നമ്മുടെ ദാസന്മാരിൽപ്പെട്ട 2 ദാസന്മാരുടെ, അടിമകളുടെ ഭാര്യമാരായിരുന്നു. സ്വാലിഹൈനി, സച്ചരിതരായ എന്റെ ദാസന്മാരിൽപ്പെട്ട 2 ആളുകളുടെ ഭാര്യമാരായിരുന്നു ഇവർ 2 പേരും. ഫഖാനതാഹുമാ, പക്ഷേ
ആ രണ്ടുപേരെയും ഈ ഭാര്യമാർ വഞ്ചിക്കുകയായിരുന്നു. ഖാന എന്ന് പറഞ്ഞ വഞ്ചിച്ചു. ഫഖാനത്താഹുമ, അവർ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് ആദ്യ ഭാഗത്ത്. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് നൂഹ് നബി അലൈഹിസ്സലാമത്തിന്റെ ഭാര്യ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഇനിയുള്ള ആയത്തുകളിലൊക്കെ ഇതേപോലെ ചില കാര്യങ്ങൾ അള്ളാഹു ഉദാഹരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സത്യവിശ്വാസികൾക്കുള്ള ഉദാഹരണങ്ങൾ ഉണ്ട്, അതുപോലെ തന്നെ സത്യനിഷേധികൾക്കുള്ള ഉദാഹരണങ്ങളും ഇനിയുള്ള ആയത്തുകളിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം സത്യനിഷേധികൾക്കുള്ളതാണ്. അതിൽ തന്നെ ഒന്നാമതായി ഉദാഹരിക്കുന്നത് ആദ്യത്തെ ദൈവദൂതനായ അഥവാ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയെയാണ്. അവരുടെ പേരൊന്നും എവിടെയും കൃത്യമായി പരാമർശിക്കുന്നില്ല. നമുക്കറിയാം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം തന്റെ ജനങ്ങൾക്കിടയിൽ രാവും പകലുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധനം നടത്തിയ ഒരു പ്രവാചകനാണ്. ആ പ്രവാചകന് താങ്ങും തണലുമാകേണ്ട, സപ്പോർട്ടാവേണ്ട അദ്ദേഹത്തിന്റെ ഇണ അല്ലെങ്കിൽ ഭാര്യ അതിന് സപ്പോർട്ടാകുന്നതിന് പകരം, അദ്ദേഹത്തെ സഹായിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് എതിരായി പ്രവർത്തിക്കുകയും നൂഹിന് ഭ്രാന്താണ് എന്നൊക്കെ സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു അവർ ചെയ്തത്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചെലവിൽ നിന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹത്തെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് അള്ളാഹു നമ്മൾക്കിവിടെ പറഞ്ഞു തരുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഉദാഹരണം എടുത്തു കാണിക്കുന്നത് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയാണ്. നമുക്കറിയാം ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയുടെ ഒരു പ്രത്യേകത, ലോകത്ത് ആദ്യമായി ഹോമോസെക്സ്വാലിറ്റി അഥവാ സ്വവർഗരതി ലോകത്ത് ആദ്യമായി നടപ്പാക്കിയ ഒരു ദുഷിച്ച ജനവിഭാഗമായിരുന്നു അദ്ദേഹത്തിന്റെ ജനത. പുരുഷന്മാരെ ലൈംഗിക വീഴ്ചക്ക് ഉപയോഗപ്പെടുത്തി കുത്തഴിഞ്ഞൊരു സമൂഹമായി അധപ്പതിച്ച ജനതയായിരുന്നു യഥാർത്ഥത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്നവരെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും ഒക്കെ അങ്ങനെയുള്ള ദുഷിച്ച കാര്യങ്ങൾക്ക് അവർ ഉപയോഗപ്പെടുത്തുമായിരുന്നു. ഖുർആനിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ആ ജനതയെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചപ്പോ ആ വിവരം അള്ളാഹു മനുഷ്യരൂപത്തിൽ മലക്കുകളെ അയച്ചുകൊണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു അറിയിച്ചു. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് മനുഷ്യരൂപത്തിലാണ് മലക്കുകൾ വന്നത്. സുന്ദരന്മാരായ മനുഷ്യരൂപത്തിലുള്ള മലക്കുകൾ വന്നപ്പോ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുത്തഴിഞ്ഞ ജനത അവർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടിക്കൂടി. ഈ സുന്ദരന്മാരായ ആളുകളെ കണ്ട അവരെ ലൈംഗിക വീഴ്ചക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സന്ദർഭത്തിലുള്ള വേദനകളും യാതനകളും അദ്ദേഹത്തിന്റെ മാനസികമായ പ്രയാസങ്ങളുമൊക്കെ അനാവരണം ചെയ്തുകൊണ്ട് ആ ചരിത്രം ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെയുള്ള കുത്തഴിഞ്ഞൊരു ജനതയായിരുന്നു യഥാർത്ഥത്തിൽ ലൂത്ത് നബിയുടെ ജനത. ആ ജനതയ്ക്കെതിരെ തനിക്ക് താങ്ങായി നിൽക്കേണ്ട, തനിക്ക് സഹായകമായി നിൽക്കേണ്ട അദ്ദേഹത്തിന്റെ ഭാര്യ പക്ഷേ രഹസ്യമായി അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ട് എങ്കിൽ ആ വിവരം രഹസ്യമായി അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ നൂഹ് നബിയുടെ ഇണയും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇണയും ഫഖാനത്താഹുമ, ആ രണ്ട് പ്രവാചകന്മാരെയും യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നാണ് അള്ളാഹു ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം
എന്തുമാത്രം വൃത്തിഹീനമായ അല്ലെങ്കിൽ എന്തുമാത്രം വലിയ പാതകമാണ് ആ രണ്ടുപേരും ചെയ്തത്. കാരണം രണ്ടുപേരും അള്ളാഹുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരാണ്, പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ പദവികളോ മഹത്വമോ അവരുടെ ദൗത്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ പവിത്രതയോ മനസ്സിലാക്കാതെ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യമാർ. പക്ഷെ അവർക്കതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു, അല്ലെങ്കിൽ അജ്ഞരായിരുന്നു അവർ. ഇതൊക്കെയും അവർ രഹസ്യമായി ഗൂഢമായി ചെയ്തിരുന്ന പ്രവർത്തനങ്ങളായിരുന്നു ഈ ഭാര്യമാർ. പക്ഷേ അള്ളാഹു എല്ലാം കാണുന്നവനാണല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു ആ ജനതക്കൊക്കെ അവർക്കെല്ലാം അനുഗുണമായ ശിക്ഷ നൽകുകയും ചെയ്തു. ഖുർആൻ നമ്മളോട് പറയുന്നത് ആ പ്രവാചകന്മാരെ അവർ വഞ്ചിക്കുകയായിരുന്നു. മാത്രമല്ല ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. അങ്ങനെ അള്ളാഹു പറയട്ടോ, ആ രണ്ട് പ്രവാചകന്മാരുടെ ഇണകളായിട്ട് പോലും ഫലൻ യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ, അള്ളാഹുവിൽ നിന്ന് അവർക്ക് യാതൊന്നും അതുകൊണ്ട് ഉപകാരപ്പെട്ടില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രവാചകന്മാരുടെ ഇണകളായി എന്നുള്ളത് കൊണ്ട് അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷയെ തടയാൻ അതൊന്നും അവർക്ക് ഉപകരിച്ചില്ല. ഇവിടെ അള്ളാഹു നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ആ വഞ്ചിച്ച രണ്ട് സ്ത്രീകളും അവർ പരലോകത്ത് എത്തിപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ എത്തിപ്പെടുമ്പോൾ വഖീല ദുഖുല, അവരോട് ഇങ്ങനെ പറയപ്പെടും, നിങ്ങൾ ജ്വലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക, മഅദ്ദാഖിലീൻ, അതിന്റെ ആളുകൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരോടൊപ്പം നിങ്ങളും ആ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരോട് പറയപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തേത്, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരായിരുന്നിട്ട് പോലും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകാൻ ആ ദാമ്പത്യം അവർക്ക് സഹായകമായില്ല. കാരണം എന്താ? സമാനമായ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ വേറെയുമുണ്ട്. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് നമ്മൾക്ക് ഉപകരിക്കുക. ഏതെങ്കിലും ഒരു ഉന്നത കുലത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന്റെ മക്കളായി എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ പിതാവ് നല്ലവനായിരുന്നു എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഭർത്താവ് നല്ലവനായി എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഭാര്യ നല്ലവളായി എന്നതുകൊണ്ടോ തിരിച്ചോ ഒന്നും ഉപകരിക്കുകയില്ല. അവനവൻ ചെയ്ത കാര്യങ്ങൾക്ക് അവനവനാണ് പ്രതിഫലം ലഭിക്കുക. വളരെ കൃത്യമായി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണിത്. ഇത് ഓരോരുത്തരും അടിസ്ഥാനപരമായി മൗലികമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചെയ്താലാണ് എനിക്ക് പ്രതിഫലം ലഭിക്കുക, എന്റെ മറ്റുള്ളവർ ചെയ്തത് കൊണ്ട് എനിക്കൊരു കാര്യവുമില്ല എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനം. മാത്രമല്ല, ആരായിരുന്നിട്ടും കാര്യമില്ല, അവരവർ ചെയ്തതിനാണ് അവർക്ക് പ്രതിഫലം ലഭിക്കുക. പ്രവാചകന്മാരായി എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ നേർമാർഗത്തിലാക്കാനും അവർക്ക് കഴിയില്ല. നമുക്കറിയാം, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ ഇണയെ നേർമാർഗത്തിലാക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ ഭാര്യയെ നേർമാർഗത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. വേറെയും ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ പിതാവിനെ നേർവഴിയിലാക്കാൻ കഴിഞ്ഞില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ മകനെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പിതൃവ്യനായ അബൂ ത്വാലിബിന് അദ്ദേഹത്തിന് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ നബി തിരുമേനിക്ക് കഴിഞ്ഞില്ല. അതിനർത്ഥം എന്താ അറിയോ? ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്. ആ ഹിദായത്ത് അവൻ ഇഷ്ടപ്പെട്ടവർക്കാണ് അവർ നൽകുക. എന്നാൽ പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹു അവരോട് പറഞ്ഞത് വമാ അലൈക ഇല്ലൽ ബലാഗ്, നിങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്വം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവരവർ ചെയ്ത ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അവരവർക്ക് പ്രതിഫലം കിട്ടും.
അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത് വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഈ ആയത്തുകളെല്ലാം കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാരായിരുന്നിട്ട് പോലും ആ ഒരു സാമീപ്യവും ബന്ധവും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷ നൽകാൻ ഉപകരിച്ചില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും അവരവർ ചെയ്തതിനാണ് പ്രതിഫലം ലഭിക്കുക എന്ന അടിസ്ഥാനപരമായ തത്വം നമ്മൾക്ക് മനസ്സിലാക്കാനും ഈ കാര്യങ്ങൾ ഉപകരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളിലെ പ്രമുഖ ഗോത്രങ്ങളെ ഒരു മലഞ്ചെരുവിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പ്രവാചകൻ അവരെ ഓരോ ഗോത്രങ്ങളെയും അബ്ദുമനാഫ്, ബനു മുത്തലിബ്, അങ്ങനെ ബനു ഹാഷിം ഓരോ ഗോത്രങ്ങളെയും വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവായിട്ടും മാത്രമല്ല തന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് പ്രത്യേകമായിട്ടും പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞത് യാ ഫാത്തിമ അൻകിദി നഫ്സകി മിനൻ നാർ ഫഇന്നി ലാ അംലികു ലക്കും മിനല്ലാഹി ശൈഅ. ഫാത്തിമ, നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ തന്നെ കാത്തുകൊള്ളുക. കാരണം എന്താ? ഫഇന്നി ലാ അംലികു ലക്കും മിനല്ലാഹി ശൈഅ. അല്ലാഹുവിൽ നിന്ന് യാതൊന്നും ഉടമപ്പെടുത്താൻ, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉടമപ്പെടുത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരാൻ എനിക്ക് സാധിക്കുകയില്ല. ഇതുതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശി ഗോത്രങ്ങളെ വിളിച്ചുകൊണ്ടും പറഞ്ഞത്. അപ്പൊ നമ്മൾക്കറിയാം നബി തിരുമേനിക്ക് ആരാണ് ഫാത്തിമ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഒരു മുസ്ലിമിനോട്. നബി തിരുമേനി തന്നെ പറഞ്ഞല്ലോ, ഫാത്തിമത്തു ഖിത്അതു കബദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടാണ് പ്രവാചകൻ പറഞ്ഞത്, തീർച്ചയായും നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ തന്നെ കാത്തുകൊള്ളണം എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഭർത്താക്കന്മാരെ, പ്രവാചകന്മാർ എന്നല്ല ആരാണെങ്കിലും ആ ഭർത്താക്കന്മാരുടെ ചെലവിലും അവരുടെ സംരക്ഷണയിലുമൊക്കെ കഴിയുമ്പോൾ ഭാര്യമാർ ആലോചിക്കേണ്ട ഒരു കാര്യം, അവർക്കെതിരെ അതല്ലെങ്കിൽ അവരെ മോശമാക്കുന്ന, അവരെ ചീത്തയായി ചിത്രീകരിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിന് അനുഗുണമല്ലാത്ത രൂപത്തിൽ പലപ്പോഴും പല സ്ത്രീകളും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഖുർആൻ കൃത്യമായി പറഞ്ഞത് ഇത് തീർച്ചയായും ഇങ്ങനെ ചെയ്യുന്നത് സത്യനിഷേധികൾ, കുഫാറുകൾക്കുള്ള മാതൃകയാണ്. അതാണ് ഖുർആൻ ഇവിടെ ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഇണകളെ ഉദാഹരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. അവർ രണ്ടുപേരും ആർക്കുള്ള ഉദാഹരണമാണ്? ലില്ലദീന കഫറു, സത്യനിഷേധികൾക്കുള്ള ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ സത്യനിഷേധികൾക്ക് അവർ കാണിച്ചു തന്ന മാതൃകയാണ് യഥാർത്ഥത്തിൽ അവർ പിൻപറ്റുന്നത് എന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ ആ പ്രവാചകനോട് അള്ളാഹു പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? അഫമൻ ഹഖ്ക അലൈഹി കലിമത്തുൽ അദാബി അഫഅന്ത, ഖുർആൻ ചോദിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അഫഅന്ത തുൻഖിദു മൻ ഫിന്നാർ. ഇവിടെ ചോദിക്കുന്നത് എന്താ അറിയോ? അഫമൻ ഹഖ്ക അലൈഹി കലിമത്തുൽ അദാബ്, ശിക്ഷയുടെ വചനം ആരുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നുവോ അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവോ അവനെ നിനക്ക് സഹായിക്കാനാകുമോ? അഫഅന്ത തുൻഖിദു മൻ ഫിന്നാർ, അപ്പോൾ നരകത്തിലുള്ളവനെ നിനക്ക് രക്ഷപ്പെടുത്താനാകുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പൊ ഒരാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നബി തിരുമേനിക്ക് പോലും സാധ്യമല്ല. പക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ ചൊല്ലുന്ന ചില ബെയ്ത്തുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതുപോലെ തന്നെ അതിന്റെയൊക്കെ എത്രയോ താഴെയുള്ള ആളുകൾ, വലിയകൾ, അവരോടൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന ബെയ്ത്തുകളുണ്ട്. നീയാണത് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്കല്ലാതെ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വനജ്നി മിൻ ലളാ ഫീഹാ മുഹാലികതുൻ, അഥവാ ഈ ലള ജ്വലിക്കുന്ന നരകത്തിൽ നിന്ന്
നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിനോട് വരെ ആളുകള് ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ബെയ്ത്തുകള് മുസ്ലിം സമൂഹത്തിനിടയിൽ വ്യാപകമായി ചൊല്ലപ്പെടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖുർആൻ സൂറത്തു സുമർ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന കാര്യം തീർച്ചയായും നമ്മളൊരാവർത്തി മാത്രം വായിച്ചാൽ പോരാ, അത് കൃത്യമായി നമ്മൾ പഠിക്കുക. അഫമൻ ഹഖ്ക അലൈഹി കലിമത്തുൽ അദാബി, ശിക്ഷയുടെ വചനം ആരുടെ മേൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞോ, അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ, അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നബിയെ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. തീർച്ചയായും അത് സാധിക്കുകയില്ല എന്നതാണ് അതിന്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ ഈ രണ്ടായത്തുകളിലും പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇങ്ങനെ ഖുർആനിനെ നേർക്കുനേരെയുള്ള അതിന്റെ അർത്ഥവും അതിലടങ്ങിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ആശയങ്ങളുമാണ് നമ്മൾ ഈ ദർസുൽ ഖുർആനിന്റെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ അറിയുന്ന ആളുകൾക്ക് നമ്മൾ ഈ ക്ലാസിന്റെ ലിങ്ക് എത്തിച്ചു കൊടുക്കുക. കാരണം എന്താ അറിയോ, വീടുകളിൽ ഈ സമയമൊക്കെ യാതൊരു ജോലിയും ഇല്ലാതെ, ജോലി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും പ്രാവർത്തികവുമാക്കേണ്ട ഒരു ഗ്രന്ഥമാണല്ലോ ഖുർആൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ ഈ ക്ലാസിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസിന്റെ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഈ ഖുർആനിന്റെ സന്ദേശം എത്തിക്കാൻ നിങ്ങളും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.